ഈ മണ്ണാച്ചനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി കെട്ടിപ്പിടിക്കാതിരിക്കാനും ഓടിൻ്റെ ഇടയിലെ പല ഫംഗൽ ഡീറ്റെയിൽ ഒഴിവാക്കാനും ഈ പറയുന്ന തണുപ്പ് നേരിട്ടിട്ട് ഓടിൻ്റെ തണുപ്പ് നേരിട്ടിട്ട് വരാന്തയിലേക്ക് ഇറങ്ങാതിരിക്കാനും ഈ റൂഫിംഗ് ടൈലുകൾ അനുയോജ്യമായ ഒരു റൂഫിംഗ് മെത്തേഡാണ്. പക്ഷേ ഈ റൂഫിംഗ് ടൈലുകൾക്ക് പകരം ഇന്ന് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ ജിപ്സം ബോർഡ് അങ്ങനത്തെ പല ടൈപ്പ് പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരു ചെറിയ ഈർപ്പത്തിൽ നനഞ്ഞ് കുതിരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ റൂഫിംഗ് ടൈലുകൾ ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്പോഴും 150 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് പൊളിച്ചാലും ആ റൂഫിംഗ് ടൈലിന് ഇന്നത്തെ മാർക്കറ്റ് ടൈലിൻ്റെ അതേ റേറ്റിൽ നമുക്ക് വീണ്ടും വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അത് സത്യത്തിൽ ഒരു ചീറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ പുതിയ ഓടിന് ഈ കമ്പനിയിൽ 32 രൂപയാണ്. പക്ഷേ നമ്മൾ ഈ കമ്പനിയിൽ തന്നെ പഴയ ഓട് കിട്ടണമെങ്കിൽ പഴയ വീട് പൊളിക്കുന്ന ആൾക്കാരുടെ ചോദിച്ചാൽ 25 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 22 രൂപ താഴെ തോന്നിയ പൈസയാണ് പറയാം. അപ്പോൾ നമുക്ക് ഇത്തരം കമ്പനികൾ ഇല്ല, അല്ലെങ്കിൽ ഇത്തരം റൂഫിംഗ് ടൈൽ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ള തെളിവിൻ്റെ അല്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് വലിയ വിലയായിരിക്കും, പഴയ സാധനമാണല്ലോ എന്ന് വിചാരിച്ച് ആൻറ്റിക് വാല്യൂയിൽ വാങ്ങും. പക്ഷേ അത് ഇപ്പോഴും ഈ കമ്പനിയിൽ ഇവിടെ കാലിക്കറ്റ് ടൈൽ വർക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകും. അത്തരം പ്രോഡക്റ്റിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനുള്ള അവസരവും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വളരെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച ഒരു നിർമ്മാണ സാമഗ്രികളുടെ ഒരു കാഴ്ചപ്പാട്, ഒരു നേർക്കാഴ്ചയിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യും, ഫാക്ടറി ടൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണും, അവിടെ ഉണ്ടാക്കുന്ന സീലിംഗ് ടൈൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണും. ഒരുപാട് വർക്കുകൾ ഇതിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി വേറെ ചോദ്യമുണ്ട്. ശ്യാം കിഷോർ എന്നുള്ള ചോദിച്ചാണ്, പിന്നെ ഹൗ ഡു യു തിങ്ക് ടൈൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ദ ക്ലൈമറ്റ്, ഫോർ അവർ ക്ലൈമറ്റ്? ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥക്ക് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഈ കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മതി. ശ്യാം, ഞാൻ പറയില്ല, ഈ കമ്പനി 150 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. ഡ്യൂറബിലിറ്റിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച ഈ ക്യാമറ അങ്ങോട്ട് തിരിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ആയിരക്കണക്കിന് ഓടുകൾ ഒരു കഴുക്കോലിൻ്റെ മുകളിൽ വർഷങ്ങളായിട്ട് കാറ്റിനെയും മഴേനെയും കൊടുങ്കാറ്റിനെയും പേമാരിനെയും അതുപോലെ വെള്ളപ്പൊക്കത്തിനെയും എല്ലാതരം പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചുകൊണ്ട് 150 കൊല്ലം കുറച്ച് മരത്തിൻ്റെ മുകളിൽ പട്ടികേൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് കിടക്കപ്പെടുന്ന ഈ ടൈൽ പാറ്റേണാണ് ആ ശ്യാം ചോദിച്ച ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഉത്തരം. കാരണം ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തെളിയിക്കപ്പെട്ടാണ്, നേർക്കാഴ്ചകളാണ്. ഇതിന് വേറൊരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ഞാനിന്ന് ഈ കമ്പനിയിൽ വെച്ച് തന്നെ ഈ ഷൂട്ട് ചെയ്യാനുള്ള കാരണം. കമ്പനിയിലാവുമ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ അന്നിട്ട് ഈ ഓടുകമ്പനിയൊന്നും എല്ലാ കൊല്ലം പുതുക്കി പണിയുന്നതല്ല. 150 കൊല്ലം വരെ ഉണ്ടാക്കിയിട്ട കമ്പനിയിൽ വർഷങ്ങൾ എപ്പോഴെങ്കിലുള്ളൊരു ചെറിയ മെയിൻ്റെനൻസിൻ്റെ മുകളിൽ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഈ കമ്പനി തന്നെയാണ് ഈ ടൈലിൻ്റെ ഡ്യൂറബിലിറ്റീൻ്റെയും സേഫ്റ്റീൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗീൻ്റെയും. ഇപ്പം ഒരു അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ആ നീലാകാശത്തിലിരിക്കുന്ന പിന്നെ കറുപ്പും ചുവപ്പും ഇടകലർന്ന ആ ഒരു ഓടിൻ്റെ ഭംഗി, മനോഹാരിത നമുക്കൊരു ഫോട്ടോഗ്രാഫി പോലും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത്തരം ഒരു ഡ്യൂറബിളായിട്ടുള്ള മെറ്റീരിയലാണ് ഏറ്റവും വലിയ തെളിവ് ഈ വരാന്തയിലിരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന നേർക്കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സീലിംഗ് ടൈലുകൾ. അപ്പോൾ സീലിംഗ് ടൈലുകൾ പലപ്പോഴും ഈ പറയുന്ന പല ആർട്ടിഫിഷ്യൽ മെറ്റീരിയലിനെക്കാളും പ്ലാസ്റ്റിക് മെറ്റീരിയലിനെക്കാട്ടും വളരെ ഐഡിയലായിട്ട് ഇപ്പോൾ മരം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ C ചാനൽസ് ഉപയോഗിക്കാം, ഇരുമ്പിൻ്റെ T സെക്ഷൻ ഉപയോഗിക്കാം, ഇരുമ്പിൻ്റെ C സെക്ഷൻ ഉപയോഗിക്കാം. അങ്ങനെ പല സെക്ഷൻ ഉപയോഗിച്ചിട്ടും ഈ പ്രോഡക്റ്റുകളെ നമുക്ക് വളരെ മനോഹരമായിട്ട് എസ്തെറ്റിക്കലി എക്കണോമിക്കലി പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് 3 E ആണ് ഈ പ്രോഡക്റ്റ്. ഒന്ന് എക്കണോമിക്കലിയാണ്, ഒന്ന് എസ്തെറ്റിക്കലിയാണ്, ഒന്ന് ഈ പറയുന്ന എൻവയറമെൻറ്റിലാണ്. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾ നമുക്ക് ആധുനിക ഈ ഡിസൈനിങ്ങിലും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മൂല്യമാർന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സീലിങ്ങിന് അത്തരം സീലിംഗ് ടൈലുകൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ സീലിങ്ങിൽ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ സീലിംഗ് ചെയ്യാം. നമ്മളെന്താ ചെയ്യുക? ഒന്നുകിൽ ഈ പറയുന്ന ഇപ്പോൾ കിട്ടുന്ന പല ടൈപ്പുള്ള കാൽസ്യം ബോർഡുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ പല ടൈപ്പ് ആർട്ടിഫിഷ്യൽ ബോർഡുകൾ ഉപയോഗിക്കും. പക്ഷേ നമുക്കറിയാം ഹുരുഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അത് നമ്മളെ ക്യാമറ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഹുരുഡീസ് കാണാൻ പറ്റും. ആ ഹുരുഡീസ് വളരെ 2.5 അടിക്ക് നീളമുള്ള ഒരു 120 രൂപ മാത്രം വില വരുന്ന ഹുരുഡീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് വളരെ ഐഡിയലാണ്. കാരണം അത് പലപ്പോഴും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ 3 ഇഞ്ചൊക്കെ തിക്നെസ് ഉള്ള ഹോളോ സെക്ഷൻസാണ്. അതൊരിക്കലും ചൂട് പിടിക്കാത്തൊരു മെറ്റീരിയലാണ്. ആ ഹോളോ സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹുരുഡീസ് നമുക്കൊരു സൈറ്റിൽ നിന്ന് പൊളിച്ചടക്കി പൊട്ടിക്കാൻ പോലും സാധിക്കില്ല. 150 വർഷം മുമ്പ് ഉപയോഗിച്ച ഹുരുഡീസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസ് ഉണ്ടാക്കിയത്. 150 വർഷം മുന്നേ വേറൊരു ബിൽഡിങ്ങിൽ ഉപയോഗിച്ച ഹുരുഡീസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പുതിയ ഓഫീസ് ഉണ്ടാക്കിയത്. അങ്ങനെ കേരളത്തിലെ നിരവധി വീടുകൾ ഇത്തരത്തിലുള്ള ഹുരുഡീസുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ ഹുരുഡീസിന് 120 രൂപയുള്ളൂ. പഴയ ഹുരുഡീസിന് നമ്മൾ വെറുതെ 80 രൂപ കൊടുക്കണം. അത് പിന്നെ ക്ലീൻ ചെയ്യണം. അപ്പം ഈ ഹുരുഡീസ് ഇത് നമ്മളെ കെട്ടിട നിർമ്മാണ രംഗത്തുനിന്ന് തീർത്തും അവോയ്ഡ് ചെയ്യപ്പെട്ടു.
ആളുകൾ ഉപയോഗിക്കാതെ അല്ല അത് ഉപയോഗിക്കാനുള്ള പ്രേരണ ആളുകളില്ലാണ്ടേ. അപ്പം ഇപ്പോൾ ന്യൂജൻ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പല ബോർഡുകളും താൽക്കാലികം മാത്രമാണ്, ടെമ്പററിയാണ്. ഇപ്പോൾ കണ്ടംപററി കോൺസെപ്റ്റ്, കണ്ടംപററി ഇൻറ്റീരിയർ കോൺസെപ്റ്റ്, കണ്ടംപററി റൂഫിംഗ് കൺസെപ്റ്റ്, ഇതൊക്കെ തീർത്തും കണ്ടംപററിയാണ്, ടെമ്പററി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, പെർമനൻ്റായി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഹുരിഡീസ് ഇട്ട് അപ്പോൾ ആൾക്കാർ പറയും പണ്ടത്തെ പോലെ മരം കിട്ടാനില്ലല്ലോ അങ്ങനെ പറയും, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അത്രയും സ്കിൽഡ് ലേബർ കിട്ടാനില്ലല്ലോ, മരം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ റണ്ണർ നമുക്ക് സ്ക്വയർ പൈപ്പാക്കാമല്ലോ, ഈ റണ്ണർ നമുക്ക് ഇരുമ്പിൻ്റെ GI പൈപ്പാക്കാം, MS പൈപ്പാക്കാം. അത് ചെയ്യുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അവരെ കൊണ്ട് ഈ ഹുരിഡീസ് അതിൻ്റെ മുകളിൽ നമുക്ക് ഇപ്പോഴും വെപ്പിക്കാമല്ലോ. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് മേസിനോട് ചെറിയൊരു ലൈറ്റ് തേപ്പിക്കാമല്ലോ. അപ്പോഴും വെയിറ്റ് 1/3 കുറഞ്ഞുകൊണ്ട് കോൺക്രീറ്റിനേക്കാളും മനോഹരമായ ചൂട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിട്ട് ഇതിനെ മാറ്റാമല്ലോ. അതിൻ്റെ മുകളിൽ എന്താണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഹുരിഡീസ് ആണെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിലും ജിപ്സം ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കൃത്യമായ റൂഫ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടല്ലോ. ആ റൂഫ് പ്രൊട്ടക്ഷന് ഇരുമ്പിൻ്റെ ആംഗിളറിൻ്റെ മുകളിൽ ടൈൽ റൂഫ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ടൈൽഡ് റൂഫ് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു പ്രശ്നവും അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു റൂഫിംഗ് മെറ്റീരിയൽ, അപ്പം സീലിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ടൈൽഡ് മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയിലാണ്. ഒന്ന് എക്കണോമിക്കലി അത് വയബിളാണ്, എസ്തെറ്റിക്കലി അത് മനോഹരമാണ്, പിന്നെ എൻവയറമെൻ്റലി അത് വളരെ ഐഡിയലാണ്. അപ്പോൾ കാലം തെളിയിക്കപ്പെട്ട ഇത്തരം പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള ഒരു പഠനവും കാഴ്ചപ്പാടുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ പിന്നെ ഈ കമ്പനിയുടെ പിന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ എങ്ങനെയാണ് ടൈൽ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈൽ നിർമ്മാണ യൂണിറ്റിൻ്റെ സാങ്കേതികത എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ ആഗ്രഹം ഉണ്ടാകും. പലപ്പോഴും നമുക്ക് ഈ കമ്പനികളൊന്നും പലപ്പോഴും നടന്ന് കാണാൻ പറ്റില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എക്സ്കർഷനൊക്കെ കൊണ്ടുപോയാൽ തന്നെ ഇതിലൂടെയും പോകുന്നു, അല്ലാണ്ട് നമുക്കന്ന് ഇതിനെപ്പറ്റി ഗൗരവമായിട്ടൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാനുള്ള പ്രായമായി, അല്ലെങ്കിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ സമയത്താണ് നമുക്ക് ഇത്തരം പ്രോഡക്റ്റുകളുടെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും അതിൻ്റെ ഉപയോഗത്തിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു എൻവയറമെൻ്റൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ അവൈലബിളാണ്, അതെങ്ങനെയാണ് നമുക്ക് തീർത്തും ഉപയോഗിക്കാൻ സാധിക്കുന്നത്, അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി അടുത്ത ചർച്ച പോകുന്നത്. നമ്മൾ ഒരു തലമുറ 1, 2, 3 തലമുറ ജീവിച്ച് മരിച്ച കെട്ടിടങ്ങളിൽ ഇപ്പോഴും ഡ്യൂറബിലിറ്റിയോടെ നിലനിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല ഇന്നലെ വന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ പ്രോഡക്റ്റ് അല്ലത്, അല്ലെങ്കിൽ പിന്നെ സിനിമാ നടന്മാരോ സിനിമാ നടികളോ മോഡലോ എന്നുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലത്. ഇത് കാലം അതിജീവിച്ച 150-200 വർഷങ്ങളായിട്ട് നമ്മളെ നേർക്കാഴ്ചകളായിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റുകളുടെ അവയർനെസ്സാണ് ഒരു വീടുണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം, ഈ ലൈവ് ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ടൈൽ റൂഫ് എന്താണ്, ഇതെന്താണ്, അങ്ങനെയൊന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്ര കൂടുതൽ സംസാരിക്കാനുള്ള കാരണം. മറ്റൊന്ന് ചോദ്യം കൂടി ഉണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യം സാമ്യമുള്ള ചോദ്യമാണ്. പിന്നെ ചൂട് കുറയാൻ ഹബീബ് മുല്ലവീട്ടിൽ നിന്നാണ് ചോദിച്ചത്. ഹബീബ് മുല്ലവീട്ടിൽ നിന്നാണ് ചോദിച്ചത്, ചൂട് കുറയാൻ ക്ലേ ടൈലാണ് നല്ലത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാൽ പെയിന്റ് ചെയ്താൽ എന്താകുമെന്നൊന്ന് പറയാമോ? നേരത്തെ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂറ്റി ആണ്. പക്ഷേ എന്താ വെച്ചാൽ പെയിന്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പുതിയ ടൈലാന്ന് നാട്ടുകാർ വിചാരിക്കും, വേറെ ഒന്നും നടക്കാനില്ല. അത് ഏത് കളർ വേണേ ഇരിക്കുക, പുതിയ ടൈലാന്ന് ആൾക്കാർക്ക് തോന്നും, അല്ലെ പഴയ ടൈലായി തോന്നി.